എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അവര് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവര് ഡ്രസ്സ് മാറുന്നിടത്തെവിടെയോ മൊബൈലോ ക്യാമറയോ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ ആക്ടേഴ്സ് ആയിട്ടുള്ള ബിജു സോപാനം അതുപോലെ തന്നെ SP ശ്രീകുമാർ, ഇവർക്ക് രണ്ടുപേർക്കും എതിരെയുള്ള ലൈംഗിക ആരോപണം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നടിയുടെ പേരോ വിലാസമോ ഒന്നും പറയാതാണ് ആ ന്യൂസ് തന്നെ വന്നത്. ഇവരുടെ ഈ പരാതി ആരോപിക്കപ്പെട്ട ഈ നടന്മാരുടെ പേര് മാത്രമാണ് ആ ഒരു വാർത്തയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആരായിരിക്കും ആ ഒരു നടി എന്ന് ഗസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കമന്റ് സെക്ഷനിൽ പല നടിമാരുടെയും പേര് വന്നു. പല ചാനലുകളും ഇന്ന നടി ആയിരിക്കും എന്ന് പറഞ്ഞ് വീഡിയോ വന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് ഗൗരി എന്ന് പറയുന്ന ആക്ടറിൻ്റെയാണ്. പുള്ളിക്കാരത്തിൻ്റെ ഫോട്ടോ വെച്ച് തന്നെ പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൗരി തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനല്ല ആ ഒരു നടി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ അതാണ് സംഭവം. പിന്നെ ഈ നടിയെന്ന് ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ പറയുന്ന ഗൗരി തന്നെ വന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനല്ല. ഈ പ്രമുഖ നടി എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ന്യൂസ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണിത്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വന്നിട്ട് ഏതൊരു നടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവത്തിന് വന്നതിൻ്റെ പേരിൽ പൈസ വാങ്ങി 5 ലക്ഷം രൂപ എന്തോ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു നടിക്കെതിരെ നടത്തിയ ഒരു ആരോപണമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഇത് ആശാ ശരത്താണ്, നവ്യ നായരാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രചരിച്ചു. അവസാനം ഈ ആശാ ശരത്തൊക്കെ രംഗത്ത് വരേണ്ടി വന്നു, അത് ഞാനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ അന്നേരം നിങ്ങൾ ഈ ന്യൂസ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു പ്രമുഖ നടി ഇന്ന നടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ അവർ കുറേ ഫൈൻഡിങ്സ് ഉണ്ടാക്കിയിട്ട് അവർ തന്നെ ഒരു നിഗമനത്തിലെത്തും. ഈ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈ പെങ്കൊച്ചിനെ തന്നെ വിരൽ ചൂണ്ടത്തുള്ളൂ. ആ രീതിയിലുള്ള ന്യൂസാണ് ഏഷ്യാനെറ്റിനകത്ത് വന്നത്. ഞാൻ ആ ന്യൂസ് ഒന്ന് കേൾപ്പിക്കാം. കേസുകൾ അന്വേഷിക്കുന്ന സംഘത്തിന് മുന്നിൽ ഈ നടി മൊഴി കൊടുത്തിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻഫോ പാർക്ക് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് അന്വേഷണ സംഘത്തിന് തന്നെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടിയുടെ കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സീരിയൽ ദിനംപ്രതി ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദിവസം പുതുതായി ജോയിൻ ചെയ്ത ഒരു നടിയാണ്. അവർ പറയുന്നത് ഈ സീരിയലിന് ആ ഷൂട്ടിംഗ് വേളയ്ക്കിടെ തന്നെ ഇവർ രണ്ടുപേരും മോശമായി പെരുമാറിയെന്നും ഈ ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്നുമാണ്. എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇവർക്കെതിരെ ഉള്ള നടപടിയും ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ സീരിയൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ നടി തൽക്കാലം ആ സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും അറിയുന്നുണ്ട്. സോ ന്യൂസ് കേട്ടില്ലയോ? ന്യൂസ് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇത് അവളാണ്, ഇത് ഗൗരിയാണ് എന്നുള്ള രീതിയിലാണ്. ആ ന്യൂസിൻ്റെ അകത്ത് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ? പുതുതായി ജോയിൻ ചെയ്ത നടി, ഉപ്പുമുളക് എന്ന് പറയുന്ന സീരിയലിനകത്ത് പുതുതായിട്ട് ഗൗരി പുതുതായിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് പറഞ്ഞു നിർത്തുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവർ ഇപ്പോൾ സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഗൗരിയുടെ വീഡിയോയ്ക്കകത്ത് തന്നെ പുള്ളിക്കാരത്തി ഒന്ന് പറയുന്നുണ്ട്, ഏതോ ട്രിപ്പിലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് എപ്പിസോഡിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട്. സോ അന്നേരം ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് ആൾക്കാർ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇത് അദ്ദേഹമാണ് എന്നുള്ള തരത്തിലോട്ട് അസംഷൻസ് പോവുകയാണ്. സോ എന്താണെങ്കിലും ഉടനെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പുള്ളിക്കാരത്തി വന്നത് നല്ല കാര്യം, അല്ലെങ്കിൽ ഇതിനേക്കാളും വഷളായി പോയതിനെ കാര്യങ്ങൾ. സോ അതാണ് ആവശ്യമില്ലാതെ ആ കൊച്ചിൻ്റെ പേരൂടെ ഇതിനകത്ത് വലിച്ചഴിച്ചിട്ട് അതിൻ്റെ പേരും കൂടെ നശിപ്പിക്കുന്ന ഒരു ഇടപാടായിപ്പോയി ഉള്ള കാര്യം പറയാമല്ലോ. ഇനി നമുക്ക് ഈ പരാതിയിൽ പ്രതികളായിട്ട് 1ഉം 2ഉം പ്രതിയായിട്ട് കണക്കാക്കുന്ന 2 പേര്, ബിജു സോപാനം ആൻഡ് SP ശ്രീകുമാർ, ഇവരിലോട്ട് വരാം. ഇവരുടെ സോഷ്യൽ മീഡിയയിലെ കമന്റ് സെക്ഷൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇട്ട പോസ്റ്റിന്റെ താഴെയുള്ള കമന്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ഇടുന്നുണ്ട്. ആകെ നാണക്കേടാണല്ലോ ചേട്ടാ, കൂടെ അഭിനയിക്കുന്നവരോട് തന്നെ വേണോ പരാക്രമം. ഉപ്പുമുളക് നായിക നിഷ സാരംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഒരുപക്ഷെ ഇതുപോലുള്ള നരമ്പന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഭർത്താവായി ഒരാൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിച്ചു കാണും. ശ്രീകുമാര, നിങ്ങളിൽ ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സീരിയൽ രംഗത്തും ഒന്നാന്തരം നരമ്പൻ തെണ്ടികൾ, ആക്ടർ, അപരാധി
ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് ഈ പറയുന്ന ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും കമന്റ് സെക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കിവിടെ മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ന്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ട് 10-27 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസ് വന്നിട്ടില്ല. ഇവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ ആരെയാണ് പേടിക്കേണ്ടത്? ധൈര്യപൂർവ്വം ചങ്കുറ്റത്തോടെ പ്രസ്സിനെ അഡ്രസ്സ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതിന് പകരം ഇങ്ങനെ ഹൈഡ് ചെയ്തിരുന്നിട്ട് അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഹൈഡ് ചെയ്തിരിക്കും തോറും ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ്, അല്ലേ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിവിൻ പോളിയൊക്കെ വന്ന് പറഞ്ഞതുപോലെ വന്ന് പറയണം. ഇവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത ഫാമിലി ഫോട്ടോ അടി വരുന്ന കമന്റ്സ് ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചേക്കുന്നത്. സോ എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറയുന്നുണ്ട്, പേര് പറയുമ്പം എല്ലാവരുടെയും പേരെടുത്ത് പറയണം, പരാതിക്കാരി ആരാണെന്ന് കൂടി പറയണം, അല്ലെങ്കിൽ ആരുടെയും പേര് പറയാൻ പാടില്ല. കാരണം ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ പല ആണുങ്ങളുടെയും ജീവിതം സ്പോയിലായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ പറയുന്ന ശ്രീകുമാറും ബിജുവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. ഒരിക്കലും ആ ഒരു വീഡിയോ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത വീഡിയോ ആണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഞാൻ ജനറൽ ആയിട്ടൊരു കാര്യം പറയുന്നതാണ്. പരാതിയാണ്, പക്ഷെ ഇതുവരെ കുറ്റം തെളിഞ്ഞിട്ടില്ല. ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിഞ്ഞിട്ടില്ല. അന്നേരം ഇവരെ നമുക്ക് ക്രൂശിക്കുന്നത് ശരിയുമല്ല. പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ചാനലിൽ റിട്ടയർഡ് SP ജോർജ് ജോസഫ് ഈ ഒരു കേസിനെ പറ്റി, ഇതിന്റെ FIRനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇവർക്കെതിരെ എന്ത് കേസാണ് ഈ പരാതിക്കാരി കൊടുത്തിരിക്കുന്നതെന്ന്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് കേട്ടു നോക്കാം. സീരിയൽ നടി ഹേമ കമ്മിറ്റി മുമ്പ് അന്നേ കൊടുത്ത പരാതിയിൽ FIR ആകുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ പരാതി മുൻപ് കൊടുത്തതാണ്, ഇപ്പോഴാണ് സാധനം FIR ആവുന്നത്. എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി എന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരുപാട് കേസ് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്, ഒന്നും കൊണ്ട് തെളിയിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയതല്ലേ? രണ്ടുപേർക്കെതിരായി FIRല് അവര് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവര് ഡ്രസ്സ് മാറുന്നിടത്തെവിടെയോ മൊബൈലോ ക്യാമറയോ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് 376 റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത്. ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന അവര് ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ SP ആ നടിയെ ഭീഷണിപ്പെടുത്തി. തീർച്ചയായിട്ടും ആ ഭീഷണി ഇൻറ്റിമിഡേഷനാണ്, ഭീഷണിയാണ്. അത് 506(2) വകുപ്പിനകത്ത്. ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല, അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു. അപ്പോൾ അതാണ് കേസ്. വീഡിയോ എടുത്തു എന്നുള്ളതാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണത്. ഈ പറയുന്ന ശ്രീകുമാറും ബിജുവും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഈ ഒരു കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ സീരിയൽ രംഗത്തോ സിനിമാ രംഗത്തോ അഭിനയിക്കാത്ത തരത്തിൽ ബാൻ തന്നെ ചെയ്യണം. എന്നാലേ ഈ ഒരു മേഖലയിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കുറഞ്ഞു വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു തരത്തിലും ഇതൊന്നും മാറാൻ പോണില്ല. ഈ സിനിമ സീരിയൽ മേഖല എന്ന് തുടങ്ങിയോ അന്ന് മുതലേ ഉള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള പരാക്രമം. അതിനന്നും ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല. ഇന്നൊരു ഹേമ കമ്മിറ്റി വന്നിട്ടും ഒരു പാഴ് കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും ഒരു നടപടിയും ഇപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. സോ ഇവർ ഇത് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. അതിനകത്ത് യാതൊരു ദയം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് അല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പരാതിക്കാരിയെ സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ട് അവർക്കും പ്രോപ്പറായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇപ്പൊ നിവിൻ പോളിയുടെ കേസ്, നിവിൻ പോളിക്കെതിരെ ആ ഒരു പരാതിക്കാരി വന്ന് ഉന്നയിച്ച കാര്യങ്ങൾ ഏകദേശം ഏറെക്കുറെ ഫേക്ക് ആണെന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നിട്ടും ആ പരാതിക്കാരിക്കെതിരെ വലിയ നടപടികളൊന്നും ഇവിടെ ആരും എടുത്തിട്ടില്ല. അവർ സ്റ്റിൽ ജില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇനി നാളെ ആരുടെയെങ്കിലും പേരിൽ ആർക്ക് വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും തോന്നിവാസം പറയാം. ആ ഒരവസ്ഥയാണ്. സോ ഇതിനകത്ത് ഈ ഒരു കേസിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലോ ചെയ്തിട്ടില്ലെങ്കിലോ അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി തെളിയിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, എങ്കിൽ വേറെ വീഡിയോ കാണാം. ബൈ.